ഈ മീനമാസത്തിൽ നിങ്ങളുടെ വീടുകളിൽ ചില ജീവികൾ വന്ന് കയറിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവയ്ക്ക് ഭക്ഷണം നൽകുന്നതും അതുപോലെ തന്നെ നിങ്ങളുടെ വീട്ടിൽ വളർത്തുന്ന ചില ജീവികൾക്ക് ഭക്ഷണം നൽകുന്നതും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വളരെയധികം ഭാഗ്യങ്ങളെ നൽകുന്ന ഒരു കാര്യമാണ്. നാം എല്ലാവരും പല സമയങ്ങളിലും പല പല ജീവികൾക്കും ഭക്ഷണം നൽകുന്നവരാണ്. പ്രത്യേകിച്ച് ഹൈന്ദവ വിശ്വാസമനുസരിച്ച് നാം ഓരോ മൃഗങ്ങൾക്കും ഭക്ഷണം നൽകുന്നതിന് വളരെയധികം പ്രത്യേകതകളുണ്ട്. അപ്രകാരം ഈ മീനമാസത്തിൽ നിങ്ങൾ ചില ജീവികൾക്ക് ഭക്ഷണം നൽകിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഭവനത്തിലേക്ക് വളരെയധികം ഐശ്വര്യത്തെ പ്രദാനം ചെയ്യുകയും എല്ലാവിധ ഉയർച്ചകളും നിങ്ങളുടെ ഭവനത്തിലേക്ക് വന്നു ചേരുവാൻ ഇടയാക്കുകയും ചെയ്യും. അപ്രകാരം നിങ്ങൾ ഈ മീനമാസത്തിൽ ഭക്ഷണം നൽകിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഭവനത്തിന് എല്ലാവിധ ഉയർച്ചകളും വരുവാൻ ഇടയാക്കുന്ന ജീവികളെ പറ്റിയാണ് ഇന്നത്തെ അധ്യായത്തിൽ പരാമർശിക്കുന്നത്. എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ഭൂമിയിലുള്ള എല്ലാ ജീവികൾക്കും മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് വരുവാൻ പോകുന്ന ഓരോ കാര്യങ്ങളെയും വളരെ പെട്ടെന്ന് തന്നെ തിരിച്ചറിയുവാനുള്ള കഴിവുണ്ട് എന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്രകാരം നോക്കുമ്പോൾ ഹൈന്ദവ വിശ്വാസമനുസരിച്ച് ഏറ്റവും അധികം പ്രാധാന്യമുള്ള ഒരു ജീവിയാണ് പശു എന്ന് പറയുന്നത്. ഈ മീനമാസത്തിൽ നിങ്ങളുടെ ഭവനത്തിലേക്ക് പുറത്ത് നിന്ന് ഒരു പശു വന്ന് കയറിയിട്ടുണ്ടെങ്കിൽ അത് ഏറ്റവും ശുഭകരമായ ഒരു ലക്ഷണമാണ്. നിങ്ങളുടെ വീട്ടിൽ വളരെയധികം ഈശ്വര ചൈതന്യം നിറഞ്ഞു നിൽക്കുന്നുണ്ട് എന്നുള്ളതും നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് സൗഭാഗ്യങ്ങൾ വരുവാൻ പോകുന്നു എന്നുള്ളതുമാണ് ഇതിലൂടെ അർത്ഥമാക്കുന്നത്. ഇപ്രകാരം നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് പശുക്കൾ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ എന്തെങ്കിലും ഒരു ഭക്ഷണം അവയ്ക്ക് നൽകി പറഞ്ഞയക്കുന്നത് നിങ്ങളിലേക്ക് കൂടുതൽ സമ്പൽ സമൃദ്ധിയും ഐശ്വര്യങ്ങളും വന്നു ചേരുവാൻ ഇടയാക്കുന്ന ഒരു കാര്യമാണ്. വന്നു കയറുന്ന പശുക്കൾ മാത്രമല്ല, പശുക്കളെ നിങ്ങളുടെ ഭവനങ്ങളിൽ വിശപ്പറിയിക്കാതെ നല്ല രീതിയിൽ പരിപാലിച്ച് വളർത്തുന്നതും ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി മീനമാസത്തിലാണ് നിങ്ങളുടെ വീട്ടിലേക്ക് ആദ്യമായി പശുക്കളെ വാങ്ങുന്നത് എന്നുണ്ടെങ്കിൽ അത് വളരെ ശുഭകരമായിരിക്കും. നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹദോഷ ഫലങ്ങളെ വരെ മറികടക്കുവാൻ സഹായിക്കുന്ന ഒരു കാര്യമാണ് ഇത്. അതിനാൽ തന്നെ ഈ മീനമാസത്തിൽ പശുക്കൾക്ക് പച്ചപ്പുല്ലും ധാന്യങ്ങളുമൊക്കെ കൂടുതലായി നിങ്ങൾ നൽകുന്നത് നിങ്ങളിലേക്ക് സർവ്വ ഐശ്വര്യങ്ങളും വന്നു ചേരുവാൻ ഇടയാക്കുന്ന ഒരു വസ്തുതയാണ്. ഇനി രണ്ടാമതായി, ഈ മീനമാസത്തിൽ നിങ്ങളിലേക്ക് സമ്പത്തും ഐശ്വര്യങ്ങളും വന്നു ചേരുവാനായി നിങ്ങൾ ഭക്ഷണം നൽകേണ്ട ജീവി മത്സ്യമാണ്. വളരെ പവിത്രതയുള്ള ഒരു ജീവിയാണ് മത്സ്യങ്ങൾ. വളരെ ചെറുതും നിരുപദ്രവകാരികളുമായുള്ള ഈ ജീവികൾക്ക് ആഹാരം നൽകുന്നത് ഏറ്റവും അധികം പോസിറ്റീവ് ഊർജത്തെയും ശുഭകാര്യങ്ങളെയും മനുഷ്യ ജീവിതത്തിലേക്ക് ആകർഷിക്കുന്ന ഒരു കാര്യമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അതിനാൽ തന്നെയാണ് പല ക്ഷേത്രങ്ങളോടും ചേർത്ത് മത്സ്യങ്ങളെ വളർത്തുന്നത്. അതായത് ക്ഷേത്ര ദർശനം നടത്തുന്ന വ്യക്തികൾ വളരെയധികം കടബാധ്യതകളിലും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്നവരാണെങ്കിൽ ഈ മത്സ്യങ്ങൾക്ക് ആഹാരം നൽകി മടങ്ങുന്നത് അവരിലേക്ക് സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങളെ നൽകുമെന്നുള്ളതാണ് വിശ്വാസം. അതിനാൽ ഈ മീനമാസത്തിൽ നിങ്ങളുടെ വീടുകളിൽ കുറച്ച് അലങ്കാര മത്സ്യങ്ങളെ വാങ്ങി വളർത്തുകയും
അവയ്ക്ക് ഭക്ഷണം നൽകുകയും ഒക്കെ ചെയ്യുന്നത് ഏറ്റവും അധികം പോസിറ്റീവ് ഊർജത്തെ നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് ആകർഷിക്കുകയും വീട്ടിൽ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അകന്ന് സമ്പത്ത് വന്നു ചേരുവാൻ ഇടയാക്കുകയും ചെയ്യും. ഇനി മൂന്നാമതായി, ഈ മീനമാസത്തിൽ നിങ്ങളുടെ ഭവനങ്ങളിൽ വന്ന് കയറിയിട്ടുണ്ടെങ്കിൽ ഏറ്റവും ശുഭകരമായ സൂചന നൽകുന്ന ഒരു ജീവിയാണ് നായ. നിങ്ങൾ ചിന്തിക്കാതിരിക്കുന്ന സമയത്ത് ചില സൗഭാഗ്യങ്ങൾ നിങ്ങളിലേക്ക് വരുവാൻ പോകുന്നു എന്നുള്ളതാണ് ഇത് അർത്ഥമാക്കുന്നത്. നായകൾ നിങ്ങളുടെ ഭവനങ്ങളിൽ വന്ന് കയറിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ അവയ്ക്ക് ഭക്ഷണം നൽകി മാത്രം പറഞ്ഞയക്കുക. എന്നാൽ നായകൾ നിങ്ങളുടെ വീടുകളിൽ വന്ന് കയറി പ്രസവിക്കുന്നത് ശുഭസൂചനയായി കണക്കാക്കപ്പെടുന്നില്ല. ഇപ്രകാരം നായകൾ വീടുകളിൽ വന്നു കയറി പ്രസവിച്ചിട്ടുണ്ടെങ്കിൽ അത് വീട്ടിലേക്ക് ചില ദാരിദ്ര്യങ്ങളും ദുരിതങ്ങളും വന്നു ചേരുവാൻ പോകുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. എന്നാൽ സാധാരണഗതിയിൽ നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് വരുന്ന നായകൾക്ക് ഭക്ഷണം നൽകുന്നതും നിങ്ങൾ വീട്ടിൽ വളർത്തുന്ന നായകളെ വളരെ നല്ല രീതിയിൽ പരിപാലിക്കുന്നതുമൊക്കെ ശനി, രാഹു, കേതു തുടങ്ങിയ ഗ്രഹങ്ങളുടെ എല്ലാവിധ ദോഷങ്ങളിൽ നിന്നും നിങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യും. അതിനാൽ ഈ മീനമാസത്തിൽ നായകൾ നിങ്ങളുടെ ഭവനങ്ങളിൽ വന്നിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ അവയെ ആട്ടിപ്പായിക്കുവാൻ പാടില്ല. ഈ മീനമാസത്തിൽ സമ്പത്ത് അധികരിക്കുവാൻ പോകുന്ന ഭവനങ്ങളിലേക്ക് വന്നു കയറുന്ന ഒരു ജീവിയാണ് കറുത്ത ഉറുമ്പുകൾ. ഒന്നോ രണ്ടോ ഉറുമ്പുകളെയായി നിങ്ങൾ കാണുന്നതല്ല ഇവിടെ അർത്ഥമാക്കുന്നത്. കറുത്ത ഉറുമ്പുകൾ ഒരു കൂട്ടമായി നിങ്ങളുടെ വീടുകളിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് നിങ്ങളുടെ ഉന്നമനത്തെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ഉറുമ്പുകൾ ഭാഗ്യസൂചകമാണെന്ന് മാത്രമല്ല, മനുഷ്യ ജീവിതത്തിൽ പല പ്രശ്നങ്ങളും സൃഷ്ടിക്കുന്ന രാഹുദോഷത്തെ വരെ അകറ്റി നിർത്തുവാൻ ഉറുമ്പുകൾക്ക് ഭക്ഷണം നൽകുന്നത് ഏറ്റവും ഉത്തമമായിട്ട് കണക്കാക്കപ്പെടുന്നു. അതിനാൽ തന്നെ ഈ മീനമാസത്തിൽ നിങ്ങളുടെ വീടുകളിലേക്ക് ഇപ്രകാരം കറുത്ത ഉറുമ്പുകൾ കൂട്ടമായി വന്നിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും അവയെ കൊല്ലുവാനും നിങ്ങളുടെ വീടിൻ്റെ ചുറ്റുവട്ടത്തുള്ള അവയുടെ വാസസ്ഥലം തകർക്കുവാനും പാടില്ല. പകരം ഈ ഉറുമ്പുകൾക്ക് പഞ്ചസാരയോ പഞ്ചസാരയിൽ കുഴച്ച മാവിൻ്റെ ഉരുളുകളോ ആഹാരമായി നൽകുക. ഇത്തരത്തിൽ ഉറുമ്പുകൾക്ക് ഭക്ഷണം നൽകി കഴിയുമ്പോൾ നിങ്ങളിലേക്ക് വരുന്ന ഭാഗ്യങ്ങളും ഇരട്ടിക്കുമെന്നുള്ളതാണ് വാസ്തവം. ഇനി അടുത്തതായി, ഈ മീനമാസത്തിൽ നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് ഐശ്വര്യത്തിൻ്റെ പ്രതീകമായി വന്നെത്തുന്ന ജീവികളാണ് ചെറിയ തരത്തിലുള്ള പക്ഷികൾ. പ്രത്യേകിച്ച് ചെറു കുരുവികളൊക്കെ നിങ്ങളുടെ വീടിൻ്റെ ജനലരികിൽ വന്ന് ശബ്ദമുണ്ടാക്കുന്നതും അവിടെ തന്നെ ചുറ്റിക്കറങ്ങി നടക്കുന്നതും ഏറ്റവും ശുഭസൂചനയാണ്. നിങ്ങളുടെ ഭവനങ്ങളിൽ നിലനിൽക്കുന്ന ദാരിദ്ര്യങ്ങളും കഷ്ടതകളും അകന്ന് വീടിന് ഒരു ഉന്നമനം വരുവാൻ പോകുന്നു എന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇപ്രകാരം ചെറുകിളികളും കുരുവികളുമൊക്കെ നിങ്ങളുടെ ഭവനങ്ങളിൽ വന്നെത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അവയ്ക്ക് ഭക്ഷണവും വെള്ളവും മതിയാകുവോളം നൽകുക. ചെറുകിളികൾ മാത്രമല്ല, ഉപ്പൻ, കാക്ക, മയിലുകൾ എന്നിവയൊക്കെ നിങ്ങളുടെ ഭവനങ്ങളിൽ വരുന്നതും നിങ്ങൾ അവയ്ക്ക് ഭക്ഷണം നൽകുന്നതും ഭാഗ്യത്തെ ഇരട്ടിപ്പിക്കും. ഇപ്രകാരം ഇവയ്ക്ക് ഭക്ഷണവും ജലവുമൊക്കെ നൽകുന്നതിലൂടെ നിങ്ങളുടെ ഭവനങ്ങളിൽ കുട്ടികളുടെ വിദ്യാഭ്യാസവും തൊഴിൽ സംബന്ധമായ കാര്യതടസ്സങ്ങളുമെല്ലാം നീങ്ങി ഒരു ഉയർച്ച നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് വന്നെത്തുവാനിടയാകും. ഇനി ആറാമതായി, ഈ മീനമാസത്തിൽ നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് വന്നു കയറുമ്പോൾ നിങ്ങൾ
ഭക്ഷണം നൽകിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളിലേക്ക് സകല ഉയർച്ചകളെയും നൽകുവാൻ കാരണമാകുന്ന ജീവി പൂച്ചയാണ്. നിങ്ങളുടെ വീടുകളിലേക്ക് വന്ന് കയറുമ്പോൾ അവയ്ക്ക് പാലും ഭക്ഷണവുമൊക്കെ നൽകുന്നത് നിങ്ങളിലേക്ക് വന്നിരിക്കുന്ന ശത്രുദോഷത്തെയും നെഗറ്റീവ് ഊർജത്തെയും എല്ലാം അകറ്റി നിർത്തുവാൻ ഇടയാക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ പല നിയമകുരുക്കുകളിലും പെട്ടിരിക്കുന്ന വ്യക്തികൾക്കൊക്കെ ഇപ്രകാരം പൂച്ചകൾക്ക് ഭക്ഷണം നൽകുന്നതിലൂടെ നിയമ തടസ്സങ്ങളെ മറികടക്കുവാൻ കഴിയുമെന്നും വിശ്വാസമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും നിങ്ങളുടെ വീടുകളിലേക്ക് പൂച്ച വന്ന് കയറിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവയെ ഉപദ്രവിക്കുകയോ ആട്ടിപ്പായിക്കുകയോ ചെയ്യരുത്. വന്നു കയറുന്ന പൂച്ചകളെ മാത്രമല്ല, നിങ്ങളുടെ വീടുകളിൽ വളർത്തുന്ന പൂച്ചകളെയും വിശപ്പെന്തെന്ന് പോലും അറിയാത്ത രീതിയിൽ വേണം പരിപാലിക്കുവാൻ. പ്രത്യേകിച്ച് ഈ മീനമാസത്തിൽ ഈ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുമ്പോൾ നേട്ടങ്ങൾ വളരെ വേഗത്തിൽ നിങ്ങൾക്ക് ലഭിക്കും. ഇനി ഏഴാമതായി, ഈ മീനമാസത്തിൽ നിങ്ങളുടെ വീടുകളിൽ കണ്ടിട്ടുണ്ടെങ്കിൽ ഏറ്റവും ശുഭകരമായിട്ട് കണക്കാക്കപ്പെടുന്ന ഒരു ജീവി ചുണ്ടലിയാണ്. നിങ്ങളുടെ വീടുകളിലെ ദുരനുഭവങ്ങളും കഷ്ടപ്പാടുകളുമെല്ലാം അകന്ന് സാമ്പത്തികമായിട്ടുള്ള ഉയർച്ചകളും സൗഭാഗ്യങ്ങളുമൊക്കെ നിങ്ങളുടെ ഭവനത്തിൽ വന്നു ചേരുവാൻ പോകുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണ് ഇത്. ഹൈന്ദവ വിശ്വാസം അനുസരിച്ച് എലികൾ ജീവിതചക്രം, മരണം, പുനർജന്മം എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതിനാൽ തന്നെ നിങ്ങളുടെ കൺമുൻപിലേക്ക് ഭാഗ്യസൂചകമായി വന്നിട്ടുള്ള ഈ ജീവികളെ ഉപദ്രവിക്കുന്നത് വളരെ ദോഷകരമാണ്. പകരം അവയ്ക്ക് എന്തെങ്കിലും ഭക്ഷണ സാധനങ്ങൾ നൽകി ഉപദ്രവിക്കാതെ വിടുന്നത് നിങ്ങളിലേക്ക് ഭാഗ്യത്തെ വിളിച്ചു വരുത്തും. അപ്പോൾ ഈ 7 ജീവികൾക്ക് മീനമാസത്തിൽ ഭക്ഷണം നൽകുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൂടുതൽ സന്തോഷവും സമൃദ്ധിയുമൊക്കെ വന്നു നിറയുവാനിടയാക്കുന്ന ഒരു കാര്യമായിരിക്കും. ഇതിനു മുൻപ് തന്നെ ഈ ജീവികൾക്ക് നിരന്തരം ഭക്ഷണം നൽകിയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് എഴുതി അറിയിക്കുക. ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക. നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.